the world's longest railway platform. Ladies and gentlemen, boys and girls, പ്ലാറ്റ്ഫോംസ് എൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾ ബാക്കിൽ തന്നെ ബോർഡ് കണ്ടിട്ടുണ്ടാവും. അത് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹുബ്ലിയിലാണ്. ശ്രീ സിദ്ധാരൂഢ സ്വാമിജി സ്റ്റേഷൻ ഹുബ്ലി. ഉള്ളിലേക്ക് പോകാം. ഇതാണ് നമ്മൾ യാത്ര പുറപ്പെടുന്ന സ്റ്റേഷൻ. ഇവിടുന്ന് നമ്മൾ കേരളത്തിലേക്കുള്ള ഏക ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 12777 ഹുബ്ലി കൊച്ചുവേളി വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് ആണ് നമ്മുടെ യാത്ര. നമ്മൾ ജസ്റ്റ് സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറുന്നേ ഉള്ളൂ. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ്ങാണ്. ഒരു ആർച്ച്ഡ് റൂഫും ഒക്കെ ആയിട്ട്. ഏകദേശം ഈ ഭാഗത്തുള്ള സ്റ്റേഷനുകൾക്ക് ഹുബ്ലി, ധാർവാഡ്, ബെൽഗാമൊക്കെ ഏകദേശം ഒരേ പാറ്റേണിലാണ് അവർ പണിതിരിക്കുന്നത്. എൻട്രൻസിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്റ്റേഷന് ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നേരെ നമുക്ക് ട്രെയിനിൻ്റെ അങ്ങോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ഞാൻ ജസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് കയറി. പ്ലാറ്റ്ഫോം 1-2 പേരിയിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 7-ൽ നിന്നാണ് പോകുന്നത്. 12777 6:55 പുറപ്പെടും. ഈ വണ്ടിക്കാരോട് ചോദിച്ചു. അതുപോലെ നല്ല ദൂരമുണ്ട് കേട്ടോ, അത്ര അടുത്തൊന്നുമല്ല. വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ ഇങ്ങനെ ദൂരെ കിടക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കോച്ച്. 2024 ബിൽഡ് കോച്ചാണ്. നമ്മളിവിടെ വിട്ടിട്ട് ബഗ്ഗി ഇപ്പോൾ തിരിച്ചു പോകുന്നേ ഉള്ളൂ. 20 രൂപയാണ് ഒരാൾക്ക്. 20 രൂപയ്ക്ക് ഇത് വർത്താണ്. കാരണം നല്ല ദൂരം ഉണ്ടായിരുന്നു. സ്റ്റേഷൻ അങ്ങ് അക്കലെയാണ് സ്റ്റേഷൻ. അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നു വരാൻ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് വലിയ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല, മടിയാണ് ബേസിക്കലി. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി ലഗേജൊക്കെ വെച്ചിട്ട് ലോക്ക് നോക്കാൻ പോകാം. നമ്മുടെ കോച്ച് ഒരു ലോവർ ബർത്താണ്. എൻ്റെ ബെഡ് റോളിൽ ജസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടില്ല. ICF ബിൽഡ് തന്നെയാണിത്. പ്രദേശ് പോലെ തന്നെ ഏപ്രിൽ 2024 ബിൽഡാണ്. 241329. നമുക്കെന്നാൽ പോയി നമ്മുടെ ലോക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമാണിത്. റെക്കോർഡിന് വേണ്ടി പണിത പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു. കാര്യം ഇതുവരെ സിംഗിൾ പ്ലാറ്റ്ഫോം അല്ല, 2 പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1-ഉം 8-ഉം ആണിത്. ഇപ്പോൾ 2 പ്ലാറ്റ്ഫോമായിട്ടാണ് ഇവന്മാർ ഇതിന് ഉപയോഗിക്കുന്നത്. 1 കിലോമീറ്റർ നീളമുണ്ടെന്നാണ് പറയുന്നത്. 1 കിലോമീറ്റർ നീളത്തിലൊക്കെ പ്ലാറ്റ്ഫോം അടുത്ത് വെച്ചിരിക്കുന്നത് വേൾഡ് റെക്കോർഡിന് വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അല്ലാണ്ട് ഇത് സത്യം പറഞ്ഞാൽ യാത്രക്കാർക്ക് നല്ല ടാസ്ക്കാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ട്രെയിനിൽ തന്നെ വന്ന് ഇറങ്ങിയ യാത്രക്കാർ ഈ ദൂരം മുഴുവൻ നടക്കണം. ഇനി അവൻ അവിടെ എത്തണമെങ്കിൽ അല്ലെ ഓട്ടോറിക്ഷ വിളിച്ചു പോകണം. ഇപ്പോൾ 20 രൂപയുടെ ബഗ്ഗിക്കാർക്ക് നല്ല പണിയാണ്. ഇത് WDP ഫോറുകളുടെ വിഹാര കേന്ദ്രമാണ്. ആയിരിക്കുമല്ലോ, കാര്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ EMD ഷെഡുകൾ ഒന്നാണ് ഹുബ്ലി. ഇവിടെയുള്ളത് ഒറിജിനൽ EMD ആണ്, മീൻസ് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. 2333. ഏതൊരു ട്രെയിൻ വരുന്നുണ്ട്, ഏതാണെന്ന് നോക്കിയിട്ട് പോകാമെന്ന് വെച്ച് നിൽക്കിയതാ വന്നു. WDP 4D 40455. റാണി ചെന്നമ്മ എക്സ്പ്രസ് ആണ്. അപ്പോൾ നമുക്ക് ചെന്നമ്മ നോക്കി നിൽക്കാണ്ട് നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ ലോക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇനി ഒരു 20 മിനിറ്റും കൊണ്ട് ഡിപ്പാർച്ചറിന്. ഭക്ഷണമൊന്നും കഴിച്ചില്ല. സ്റ്റേഷനിൽ വല്ല മേടിക്കാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. മണി 6:55 ഉള്ളൂ. നല്ല വിശപ്പ്. ഇതേതാണോ വണ്ടി? ഇത് ഒറിജിനൽ, അതായത് ഒറിജിനൽ GM ബിൽഡ് സാധനമാണിത്. ക്യാബ് മോഡിഫൈ ആയിട്ടുണ്ട്. ക്യാബ് ഒറിജിനൽ ക്യാബല്ല, ക്യാബ് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അവർ. ഇതാണ് നമ്മുടെ ലോക്കോ VAP 737695. ഏതാ ഷെഡിന് മാർക്കിംഗ് ഇല്ല. അപ്പോൾ എനിക്ക് ഹുബ്ലിയുടെ തന്നെയാണെന്ന് തോന്നുന്നു ലോക്കോ. ലോക്കോ പൈലറ്റുമാരൊക്കെ ചാർജ് എടുത്തു. വണ്ടി ജസ്റ്റ് റെഡി ആവുന്നുള്ളൂ പുറപ്പെടാൻ. ഇനി സമയമുണ്ടല്ലോ, ഇനിയും ഒരു 20 മിനിറ്റിനടുത്തുണ്ട്. 20 മിനിറ്റില്ല, 17 മിനിറ്റ് കൊണ്ട്. ഏത് ഷെഡായാലും മുതലാളിമാരെ പേരിട്ടിട്ടില്ല ഇതുവരെ. ഷെഡിൻ്റെ പേര് മാർക്കിങ് ചെയ്തിട്ടില്ല. നമുക്കെന്നാൽ നമ്മുടെ കോച്ചിലേക്ക് പോകാം. നമ്മുടെ കോച്ച് ലാസ്റ്റിൽ നിന്ന് സെക്കൻഡ് കോച്ചാണ്. നല്ല ദൂരം നടക്കാണ്ട് ഇനി. ഇതാണ് നമ്മുടെ ട്രെയിന്. SS ഹുബ്ബള്ളി കൊച്ചുവേളി 12777. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയി. ഈ ട്രെയിനിന് പാൻട്രി കാറില്ല. അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു തരത്തിലുള്ള ഭക്ഷണവും കിട്ടുകയില്ല. ഒരു തരത്തിലുള്ള കടകളും ഈ പ്ലാറ്റ്ഫോമിലില്ല. അതുകൊണ്ട് പ്ലാറ്റ്ഫോം 6, 7, 8 പുറപ്പെടുന്ന ട്രെയിനുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും കരുതുക.
ഞാനിപ്പോൾ ഒന്നും കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം എന്താണെന്നുള്ളത് അറിയില്ല. ബാഗിനകത്ത് തട്ടുന്ന ചിലപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കാണുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ശ്രീ ഗംഗാനഗർ തിരുച്ചിറപ്പള്ളി ഹംസഫർ എക്സ്പ്രസ് ആണ് 40590 പൂനെ WDP4D. അപ്പോൾ അതേ ദൂരെ ഒരു റെഡ് ഫ്ലാഷർ കാണുന്നില്ലേ, അതാണ് മെയിൻ സ്റ്റേഷൻ ബിൽഡിങ്. ഏകദേശം ഒരു ട്രെയിനിൻ്റെ നീളമുണ്ട് അതും ഈ ഏരിയയും തമ്മിൽ. കയറി പോകുന്നത് വിജയവാഡ ഹുബ്ലി എക്സ്പ്രസ് ആയിരുന്നു. നമ്മുടെ കോച്ച് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഇത്ര ദൂരം ആയതുകൊണ്ടാണ് അവിടുന്ന് ഓരോ ബഗ്ഗി വരുമ്പോഴും ഗാർഡ് ഇവിടുന്ന് വിസിലടിച്ച് പറയുന്നുണ്ട് വേഗമാണ്. സമയമായി. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 678 നിന്ന് മെജോറിറ്റി വണ്ടികൾ വിട്ടാൽ മതി. യാത്രക്കാർക്ക് ഇവിടുത്തെ ബഗ്ഗി സർവീസുകാർക്ക് നല്ല പണിയാവും. അപ്പം നമ്മളങ്ങനെ പുറപ്പെട്ടു. 1 മിനിറ്റ് ലേറ്റാണ്. 6:56 ആൾക്കാർ ഇനി ഓടി വരുന്നുണ്ട് കയറാൻ. നിർത്തി വണ്ടി നിർത്തി. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 7 നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 7 ഈ യാത്ര തുടങ്ങുകയായി. വെൽക്കം ടു പ്ലാറ്റ്ഫോം 7 വൺസ് അഗൈൻ ഫോക്സ്. നമ്മളിപ്പോൾ 12777 SSS ഹുബ്ബള്ളി കൊച്ചുവേളി വീക്ക്ലി എക്സ്പ്രസ്സിനാണ്. ഇവിടെ വരെ 1507 മീറ്റേഴ്സ് ഉണ്ട്. 1.5 കിലോമീറ്റർ. ആ കാണുന്ന ഹുബ്ബള്ളിയിലെ കോച്ചിങ് ഡിപ്പോ ആണ്. പിറ്റ് ലൈൻസ് ഒക്കെയാണ് അവിടെ. പുത്തൻ എക്കണോമിക് കോച്ചുകൾ കുറേ വന്നിട്ടുണ്ട് അവിടെ. നമ്മൾ ജസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. 626 മീറ്റർ അബോവ് സീ ലെവലാണ്. പുത്തൻ AC എക്കണോമിക് കോച്ചാണ്. ഒരു 6 എണ്ണം കിടപ്പുണ്ട് ഇവിടെ. ഏത് ട്രെയിനിലുള്ളതാണോ? ഇതൊക്കെ തന്നെ 3 ടയർ എക്കണോമിക് കോച്ചുകളാണ്. ഇത് പുതിയതല്ല, ഇത്തിരി പഴയതാണ്. ബാക്കിലായിട്ട് പിറ്റ് ലൈൻസ് കാണാം. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറി. അത്യാവശ്യം ലെങ്ത്തുള്ള റേക്കാണ് നമ്മൾ ഏറ്റവും പറഞ്ഞത്. ഇവിടെ കിടക്കുന്നത് സ്ക്രാപ്പിംഗ് കോച്ചുകളാണ്. ഇവിടെ സ്ക്രാപ്പിംഗ് നടക്കുന്നതാണ്. ഇവിടെ ഒരു സെൻട്രൽ വർക്ക്ഷോപ്പ് ഉണ്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കോച്ച് മെയിൻ്റനൻസിൻ്റെ. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് കേർവ് ചെയ്ത് പോകുന്ന ലൈന് ഗഡക് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഗദഗിലേക്ക്, ഗദക്, അങ്ങനെ ബെല്ലാരി, ഹോസ്പേട്ട് അങ്ങോട്ടൊക്കെ പോകുന്ന ലൈനാണിത്. ബിജാപൂർ. ഈ ലൈൻ നമുക്കൊരു എക്സ്പ്ലോറേഷൻ ബാക്കിയാണ്. കുറച്ച് കാലമായിട്ട് പ്ലാനുണ്ട്, പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല. അത് ചെയ്യും എന്തായാലും. ഈ ബൈപ്പാസിനൊരു ഓപ്പോസിറ്റ് ലൈനും ഉണ്ട്. അതായത് ഹുബ്ലി അവോയ്ഡ് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് വന്ന ഒരു ലൈനും ഉണ്ട്. ആ ലൈൻ അവിടെ കാണാം കാടിനപ്പുറത്ത്. പക്ഷേ ഇപ്പോൾ നിലവിൽ യാത്രാ വണ്ടികളൊന്നും അതുവഴി പോകുന്നില്ല. ഗഡക് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഹുബ്ലിയിൽ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് തന്നെ പോകുന്നത്. ഒരു മേജർ ടൗൺ ആയതുകൊണ്ടും സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് ആയതുകൊണ്ടും ആയിരിക്കും അങ്ങനെ. പക്ഷേ വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് വിടാവുന്നതാണ്. ഇപ്പോൾ ഗദകിൽ നിന്നൊക്കെ ബാംഗ്ലൂർ പോകുന്നൊരു ട്രെയിന് ഒരു ആവശ്യമില്ല ഇവിടെ നിന്ന് ബൈപ്പാസ് ചെയ്ത് ഇവിടെ.
ഹുബ്ബള്ളി സൗത്ത് സ്റ്റേഷനാണ്. ഇവിടെ ഒരു വാബ് 7 കുറച്ച് BCൻ്റെ വാഗൺസ് വരുന്നുണ്ട്. നല്ല മഴയുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് എടുക്കുകയാണ്. കുറച്ച് നേരം കൂടുതൽ പോയിരിക്കാം, എന്നിട്ട് കുറച്ച് നേരത്തേക്ക് വീണ്ടും വരാം. കാരണം മഴ നല്ല ശക്തി പിടിച്ചു, ഒന്നും കാണാനില്ല, നല്ല ശക്തിയുള്ള മഴയായി. നമ്മുടെ ഈ കോച്ച് മോറോർലെസ് കാലിയാണ്. വളരെ കുറച്ച് യാത്രക്കാരുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. മോറോർലെസ് കാലിയാണ്. എനിക്ക് തിരക്ക് മൊത്തം ബാംഗ്ലൂരിൽ നിന്ന് കയറുള്ളൂ എന്നാണ് തോന്നുന്നത് ഈ കോച്ചിൻ്റെ. ഈ റൂട്ട് കടന്നു വരുന്ന സ്ഥലങ്ങൾ കൂടുതലും കൃഷിയിടങ്ങളാണ്. നമ്മൾ ഹൂബ്ലിയിൽ നിന്ന് വിട്ടപ്പോൾ ശ്രദ്ധിക്കണം, മറ്റോടെല്ലാം കൃഷിയിടങ്ങളാണ്. ഓപ്പോസിറ്റ് ലൈനിലെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഏതോ വണ്ടി വരാനുണ്ട്. ഇപ്പം എടുത്തു പറയേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളിയുടെ ഫ്ലാറ്റ് വീലുണ്ട്, സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഈ വാഷ് ബേസിൻ്റെ ടാപ്പ് പഴയ ടൈപ്പ് ചവിട്ടുന്ന ടൈപ്പ് തന്നെയാണ്. ടാപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഈ സോപ്പ് ഹോൾഡർ അവർക്ക് ആക്സസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാര്യം അത് ആക്സസ് ചെയ്യണമെങ്കിൽ നട്ട് തുറന്നൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് പകരമായിട്ട് അവർ പുറത്തുനിന്നൊരു അഡീഷണൽ സോപ്പ് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സോപ്പ് ഡിസ്പെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി. പല റെയിൽവേസും ഇത് നിറയ്ക്കണം മടി കാരണം സോപ്പ് നിറയ്ക്കാണ്ടിരിക്കുന്നത്. ഇവർ പകരം ഇവിടെ ഫിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പ്രദേശത്ത് ആകമാനം നല്ലോണം മഞ്ഞുണ്ട്, നല്ലോണം മഞ്ഞ് മൂടി നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ നിന്ന് ഒരു വാബ്സൺ ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ആ വണ്ടിക്കുള്ള കാത്തിരിപ്പാണ് ഈ യാത്രക്കാരൊക്കെ. പാസഞ്ചറൊന്നും നല്ല തിരക്ക് കയറാണ്. എന്തായാലും കയറി വരുന്നത് വാബ് 7 39354. അതിനും ഷെഡ് മാർക്കിങ്സ് ഒന്നുമില്ല, നമ്മുടെ ലോക്കോ പോലെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും ഹുബ്ലിയുടെ ലോക്കോ എന്ന് തോന്നുന്നു. അതിനിവിടെ താഴെ വൃത്തികേടായിട്ട് ഹുബ്ബള്ളി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുറകിലായിട്ട് 38304 ഒരു വാഗ് 9 ഉണ്ട്. ഇത് 38304. ഇതും ഹുബ്ബള്ളി ഷെഡിന് തന്നെ ലോക്കോ ആണ്. കോംപ്ലക്സ് ബോർഡാണ്. SSS ഹുബ്ബള്ളി, KSR ബംഗളൂരു, ഹൊസ്പേട്ടെ, ഹരിഹർ, SSS ഹുബ്ബള്ളി, വിജയപുർ. ഇതൊരു ബാംഗ്ലൂർ ഹുബ്ബള്ളി പാസഞ്ചറാണെന്ന് തോന്നുന്നു. സ്ലീപ്പർ ക്ലാസ് കോച്ചുകളുടെ ട്രെയിനാണ്. നമ്മളങ്ങനെ യാലവിഗി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പുറപ്പെട്ടു. ആദ്യത്തെ സ്റ്റോപ്പായ ഹവേരിയിലേക്ക് എത്തുകയാണ്. കുറച്ച് നേരത്തെ കോച്ചിലൊരു ചായക്കാരൻ വന്നു. അയാൾ പറഞ്ഞത് ഇവിടുന്ന് ഫുഡ് കിട്ടുന്നതാണ്. മഹാദേവപ്പ മൈലാര റെയിൽവേ സ്റ്റേഷൻ ഹവേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹവേരിയാണ്, ഹവേരിയില്ല, ഹാവേരി എന്നാണ് ഇരിക്കുന്നത്. ഇവിടെ എന്തായാലും ഭക്ഷണക്കാരും കാണാനില്ല. ഉണ്ട്, ഒരാളുണ്ട്. അയാൾ കയറുമായിരിക്കും ട്രെയിനകത്തോട്ട്. ചായ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട്.
അപ്പം നമ്മളങ്ങനെ ശ്രീ മഹാദേവപ്പ മൈലാര റെയിൽവേ സ്റ്റേഷൻ ഹാവേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു, പണി നടക്കുന്നേ ഉള്ളൂ. ഇപ്പുറത്തായിട്ടൊരു പഴയ ബിൽഡിംഗ് ഉണ്ട്, ഇതായിരിക്കും ഇപ്പോഴത്തെ കറണ്ട് ബിൽഡിങ്. ഫേസ് കിച്ചണുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാവേരിയിൽ നിന്ന് പുറപ്പെട്ടു. ഈ റൂട്ടിൽ മിക്കവാറും സ്റ്റേഷനുകളിലൊക്കെ പ്ലാറ്റ്ഫോംസ് മെയിൻ ലൈനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പഴയൊരു ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവർ നല്ല സ്പീഡിൽ വന്നിട്ട് സ്റ്റേഷനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് അവർ സ്പീഡ് കുറയ്ക്കുള്ളൂ. അങ്ങനെയാണ് നേരത്തെ പണ്ട് ഡീസലായിരുന്ന സമയത്തൊക്കെ ഡ്രൈവർമാർ ഡ്രൈവിംഗ് സ്റ്റൈൽ. ഇപ്പോൾ ഇലക്ട്രിക് ആയതിനു ശേഷം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇലക്ട്രിക് ആയതിനു ശേഷം ആദ്യം നമ്മൾ ഈ റൂട്ട് വഴി യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എങ്ങനെ ഡ്രൈവിംഗ് സ്റ്റൈലിന് നമുക്കിത് കണ്ടിട്ട് പഴയപോലെ തന്നെ സ്പീഡിൽ കയറി വന്നിട്ട് പിന്നെ സ്പീഡ് കുറയ്ക്കുന്ന ഒരു സ്റ്റൈലാണ് എനിക്ക് കാണുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് റാണിബെന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്താണ്. ഇതിനിടയ്ക്ക് ബ്യാഡ്ഗി എന്ന് പറയുന്ന സ്റ്റേഷൻ കടന്നായിരുന്നു. ബ്യാഡ്ഗി എന്ന് പറയുന്നത് മുളകിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല എരിവുള്ളൊരു ടൈപ്പ്, എരിവല്ല സ്ഥലം, നല്ല കളറുള്ള ടൈപ്പ് ഒരു മുളകാണ്. നമ്മുടെ നാട്ടിലെ പിരിയം മുളക് നമ്മൾ കാശ്മീരി ചില്ലി എന്ന് വിളിക്കുന്നില്ലേ, ആ സാധനം പോലത്തെ സാധനമാണ് ബ്യാഡ്ഗി മുളക്. നമ്മൾ ജസ്റ്റ് റാണിബെന്നൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് AC കോച്ചിട്ട് ആൾ കയറാനുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് റാണിബെന്നൂർ സ്റ്റേഷൻ. നമ്മൾ ബിഫോർ ടൈം എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ഇതിൻ്റെ എയർ സസ്പെൻഷൻ ബെല്ലോസാണ്. ഇത് 160 ക്യാനിൻ്റെ, അതായത് പുതിയ ടൈപ്പ് ബെല്ലോസാണ്, ഹൈ സ്പീഡ് ബെല്ലോസാണ്. ഇത് ഈ ട്രെയിൻ ഇപ്പോൾ 160 ഈസി ആയിട്ട് 160 ഫിറ്റ് ആവും. ഇത് ഇപ്പോഴത്തെ സൈഡിലൊരു ചെറിയ ഗുഡ്സ് അൺലോഡിങ് പ്ലാറ്റ്ഫോമും ഒക്കെ ഉണ്ട്. നമ്മൾ നല്ലോണം ബിഫോർ ടൈം എത്തിയായിരുന്നു. നമ്മളിവിടുന്ന് 8:45 നമ്മൾ 8:42 ആയതേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ റാണിബെന്നൂരിൽ നിന്ന് പുറപ്പെടുകയായി. ഇപ്പോൾ സമയം 8:45 കൃത്യസമയം. ഇനി 30 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഹരിഹറിലാണ്. അതിനു മുമ്പ് ഫുഡ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുഡുകാരൻ ഇതുവരെ നമ്മുടെ കോച്ചിട്ട് വന്നിട്ടില്ല. നമ്മുടെ കോച്ച് ഏറ്റവും പുറകിലായതുകൊണ്ട് കടകളോ അല്ല വെൻഡേഴ്സോ ഒന്നും വരില്ല. കാരണം ബാക്കിൽ ജനറൽ കോച്ചൊന്നുമില്ല, AC കോച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ AC കോച്ചിലോട്ട് വിൽക്കാൻ വേണ്ടി ഒരു വെണ്ടർമാരും സാധനം ബാക്കിലോട്ട് വരില്ല. ഫുഡ് ഭയങ്കര പാടാണ് ലാസ്റ്റ് കോച്ചിലാണെന്നുണ്ടെങ്കിൽ. അപ്പുറത്താണ് റാണിബെന്നൂർ സ്റ്റേഷൻ ബിൽഡിങ്. ആ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ പുതുക്കിപ്പണിയാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഏകദേശം സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ സ്റ്റേഷനിലൊക്കെ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ഈ റൂട്ടിലെ സ്റ്റേഷനുകൾ. അപ്പോൾ എനിക്കൊന്ന് ഇതും ആ ഒരു പാറ്റേണിലേക്ക് പോയിരിക്കും. എൻ്റെ അറിവിൽ നമ്മളിപ്പോൾ ഹുബ്ലി ഡിവിഷൻ്റെ ലിമിറ്റിലാണ് നമ്മൾ. ഉറപ്പില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റാണിബെന്നൂരിൽ നിന്ന് പുറപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത സ്റ്റേഷൻ ഹരിഹറിലേക്ക് എടുക്കുകയാണ്. വളരെ പെട്ടെന്നാണ് സംഭവങ്ങളെല്ലാം.
മൈസൂർ ഡിവിഷനാണ്, നമ്മൾ ഹുബ്ലി ഡിവിഷനല്ല, തിരുത്തുണ്ട്. ഞാൻ നേരത്തെ ഹുബ്ലി ഡിവിഷൻ പോയി മിസ്റ്റേക്ക് പറഞ്ഞായിരുന്നു, മൈസൂർ ഡിവിഷനാണ്. കാരണം ഇവിടെ എഴുതിയിട്ടില്ല ഹരിഹർ മൈസൂർ ഡിവിഷനിലേക്ക്. ഇവിടുത്തെ സ്പാർട്ടാണ്, ഹൈ സ്പീഡ് സ്പാർട്ടാണ്, HS സ്പാർട്ട്. നമ്മൾ ജസ്റ്റ് ഹരിഹർ സ്റ്റേഷനിലേക്ക് കയറുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ വണ്ടി വരാണ്ടെന്ന് തോന്നുന്നു. അവിടെ യാത്രക്കാർ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഏതൊരു വണ്ടി കയറി വരുന്നുണ്ട്. അരസിക്കര ഹുബ്ലി എക്സ്പ്രസ് എന്നാണ് എനിക്ക് വൈറസ്മി ട്രെയിൻ എന്ന് മനസ്സിലായത്. 30630 കൃഷ്ണരാജപുരത്തിൻ്റെ. നമുക്ക് പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ഉടനെ വിടുക. ഇപ്പോൾ നമ്മൾ പുറപ്പെടുക, വിസിലടിച്ചു. ഇപ്പോൾ ഫുഡ് കിട്ടി. ഫുഡുകാരൻ ഇവിടെ നിന്ന് കയറിയതാണ്, ഹരിഹറിൽ നിന്ന് കയറിയ ഫുഡുകാരനാണ്. എന്തായാലും ഫുഡ് കിട്ടി. ഞാനൊരു പ്ലേറ്റ് ദോശയും ഒരു പ്ലേറ്റ് ഇഡ്ഡലിയും മേടിച്ചു. നല്ല വിശപ്പുണ്ട്. നേരത്തെ കണ്ട ട്രെയിനും ഇതേ ബോർഡായിരുന്നു. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ബോർഡാണിത്. എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ളത് നമ്മൾ ഗണിച്ച് തന്നെ കണ്ടുപിടിക്കണം. എന്തായാലും നമ്മൾ ഹരിഹറിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ പോയി പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. കാര്യം അടുത്ത സ്റ്റേഷൻ എത്തുമ്പോഴേക്കും നമ്മൾ കഴിച്ചിട്ട് തിരിച്ചിങ്ങ് എത്തണം. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. എന്തൊക്കെയല്ല നമുക്ക് നോക്കാം. ഇതിനകത്തൊരു കുഞ്ഞി വടയും 2 ഇഡ്ഡലിയും കുറച്ച് ചട്നിയുണ്ട്. ഇതിനകത്ത് ഒരു മസാല ദോശയുണ്ട്. പെട്ടെന്ന് നമുക്ക് കഴിച്ചേക്കാം. അപ്പം നമ്മളങ്ങനെ ദാവൺഗരയിലോട്ട് അടുക്കുന്നു. ഫുഡ് കഴിച്ചപ്പോഴാണ് ഒരു ജീവൻ മരിച്ചത്. മറ്റേത് ഭയങ്കര ക്ഷീണം തോന്നിയായിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ ശരിയായി. നമ്മളിതിനിടയ്ക്ക് അമരാവതി കോളനി എന്ന് പറഞ്ഞ സ്റ്റേഷൻ പാസ് ചെയ്തു. അവിടെ വെച്ച് ഈ കൊട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ഒരു ലൈൻ ഒന്ന് മേർജ് ചെയ്തായിരുന്നു. അതിൻ്റെ വിഷ്വൽസ് ശരിക്കും കിട്ടിയില്ല. കാരണം ക്യാമറ കറക്റ്റ് സമയത്ത് ഓണായില്ല. ഓണായി വന്നപ്പം ഇത് പ്രശ്നമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് പുതിയ G-Loco വർക്കിംഗ് ആയിട്ട് കാണുന്നത്. ലോഡഡ് ബോക്സിനാണ്. ഹെവി പ്രൊഡക്റ്റ് എന്തായാലും. സർക്കസ് ടെൻ്റാണിത്. ജസ്റ്റ് ദാവൺഗര സ്റ്റേഷനിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. ദാവണഗര സ്റ്റേഷനിലേക്ക് എത്തി. ഇതാണ് പ്ലാറ്റ്ഫോം. ഒരുപാട് പേര് ജനറൽ കോച്ചാന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിലോട്ട് വരുന്നത്. ഏറ്റവും പുറകിൽ ജനറൽ കോച്ച് ഇല്ല, ഇതിന് AC കോച്ച് മാത്രമേ ഉള്ളൂ. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ಗಾಡಿ
ಗಾಡಿ ಸಂಖ್ಯೆ 206661 KSR-ಬೆಂಗಳೂರು ಧಾರವಾಡ ವಂದೇ ಭಾರತ್ ಎಕ್ಸ್ಪ್ರೆಸ್ 1ನೇ ಪ್ಲಾಟ್ಫಾರ್ಮ್ಗೆ ಸ್ವಲ್ಪ ಸಮಯದಲ್ಲಿ ധാർവാഡിലേക്ക് ഒന്ന് വന്ദേ ഭാരത് പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിൽക്കാം. അപ്പോൾ നമ്മളങ്ങനെ ദാവണഗരയിൽ നിന്ന് പുറപ്പെട്ടു. ഫോർ സം റീസൺ വന്ദേ ഭാരത് ഇതുവരെ എത്തിയിട്ടില്ല. വന്ദേ ഭാരത് വരുന്നുണ്ട് എന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. ഞാൻ നോക്കിയപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ പുറത്താണ്. 10 കിലോമീറ്റർ വന്ദേ ഭാരത് ചടയനിങ് എത്തും. എന്നാലും വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. 8 കോച്ചുകളേ ഉള്ളൂ. നമ്മളിപ്പോൾ ചിക്ജാജൂർ എത്തുകയാണ്. ചിക്ജാജൂരിൽ നമുക്ക് സ്റ്റോപ്പില്ല. നമ്മൾ ലാസ്റ്റ് ടൈം ഇതുവഴി യാത്ര ചെയ്തത്. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തത് മൈസൂർ സിറ്റി എക്സ്പ്രസ്സാണ്. അന്ന് നമ്മൾ ചിക്ജാജൂരിൽ നിന്ന് തിരിഞ്ഞായിരുന്നു പോയത്. പ്രദേശം കുറച്ച് ഹിന്ദി ആയിട്ടൊരു പ്രദേശമാണെന്ന് തോന്നുന്നു. ജനശതാബ്ദി എക്സ്പ്രസ് ആയിരുന്നു. ജനശതാബ്ദി എക്സ്പ്രസ് വരാറായല്ലോ എന്ന് വെച്ച് ജസ്റ്റ് പുറത്ത് നോക്കിയത് വണ്ടി പോയി. അപ്പം നമ്മളിതാ ജസ്റ്റ് ചിക്ജാജൂർ എത്തുന്നു. അതായി കാണുന്ന റെയിൽവേ ലൈന്, ഇതിൻ്റെ കുറേ കൂടെ വന്ന റെയിൽവേ ലൈന്. ഇതാണ് ചിത്രദുർഗയിലേക്ക് പോകുന്ന റെയിൽവേ ലൈന്. ചിത്രദുർഗ രായദുർഗ വഴി ബെല്ലാരിക്ക് പോകുന്ന ലൈനാണ്. ചിക്ജാജൂർ സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ബെഡ്ഷീറ്റും ഇതും ഒക്കെ തന്നിട്ട് പോയിട്ടുണ്ട്. ബെഡ്ഷീറ്റ് കവറിനകത്താണ് ആസ് യൂഷ്വൽ. വൃത്തിയുടെ പാക്ക് ചെയ്തൊരു കവറിൽ തന്നിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് 2 ബെഡ്ഷീറ്റ് ഒരു ഫേസ് ടവൽ ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം. കൂടെ ഒരു അത്യാവശ്യം അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു പില്ലോ തന്നിട്ടുണ്ട്. പിന്നെ ബ്ലാങ്കറ്റും വെച്ചിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ, ടവലില്ല. ടവൽ ചോദിച്ചാൽ സാധാരണ തരാറുണ്ട് അവർ. 2 ബെഡ്ഷീറ്റാണ്, അത്യാവശ്യം നല്ല ക്രിസ്പായിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ്.
ഷിമോഗ, ചിಕ್ಕമಗಳೂರು എല്ലാം. നമ്മൾ ജസ്റ്റ് ബിരൂരിലേക്ക് വരുന്നു. ഈ കാണുന്ന റെയിൽവേ ലൈൻ ഷിമോഗയിൽ നിന്ന് വരുന്ന ലൈനാണ്. നമ്മളങ്ങനെ ബിരൂർ സ്റ്റേഷനിലേക്ക് വരികയാണ്. ലൂപ്പ് ലൈനിലാണ് പ്ലാറ്റ്ഫോം, ലെഫ്റ്റ് സൈഡിലാണ് ലൂപ്പ്. ഇവിടെ 2-3 ട്രെയിനുള്ളത് നമ്മൾ കാണിക്കാൻ വേണ്ടി പുറത്ത് നിന്നാണ്. ഒന്നാമതായിട്ട് ഇവിടെ ഒരു ട്വിൻ DG4 ഹോൾഡ് ഫ്രൈറ്റർ നടക്കുന്നുണ്ട്. ഹുബ്ലി DG4 ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ വിട്ട് വരുന്നുണ്ട്. WDP 40493 കൃഷ്ണരാജപുരത്താണ് ലോക്കോ. ചാലുക്യ എക്സ്പ്രസ് ആണ്, പുതുച്ചേരി ദാദർ. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. 10:39 ഉള്ളൂ. നമുക്കിവിടെ 10:45 നമ്മുടെ ടൈം. അപ്പോൾ നമ്മൾ നല്ലോണം ബിഫോർ ടൈമാണ്. അപ്പം നമ്മൾ ബിരൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. സമയം കൃത്യം 10:47, കറക്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനെ ബിരൂർ ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് അരസിക്കരയിലാണ്.
കടൂരു ജംഗ്ഷൻ ഉണ്ട്. ഈ കടൂരു ജംഗ്ഷനിൽ നിന്നാണ് ചിക്മംഗ്ലൂരിലേക്കുള്ള ലൈൻ തിരിഞ്ഞു പോകുന്നത്. ഷിമോഗ തളകുപ്പ ലൈനും അതുപോലെ ചിക്മംഗ്ലൂർ ലൈൻ, രണ്ട് ലൈൻ നമുക്ക് കുറേ കാലമായിട്ട് പെൻഡിങ് ആണ്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് പോകണം, പറ്റുന്നില്ല. ഇനി ഒരു ചാൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും സാധിക്കും. ആ പോകുന്നത് ചിക്മംഗ്ലൂരിലേക്കുള്ള ലൈനാണ്. അരസിക്കരയിലേക്ക് കയറുകയാണ്. ഇതൊരു ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിനാണ്. ഒരു ഡീറെയിൽമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ ആ ട്രാക്കിനെ പെട്ടെന്ന് വീണ്ടും അവർക്ക് വർക്കിംഗ് ആക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിന് ഭാഗമായിട്ടൊരു ചെയിൻ ഉണ്ട്, ഒരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിനോട് ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ക്രെയിനിൻ്റെ നമ്മളിത് ജസ്റ്റ് അരസിക്കര സ്റ്റേഷനിലോട്ട് കയറുന്നു. കയറി കഴിഞ്ഞു തോന്നും വണ്ടി ഓൾറെഡി. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. നമ്മളങ്ങനെ അരസിക്കര സ്റ്റേഷനെത്തി. ഇവിടെ നമ്മൾ ബിഫോർ ടൈമാണ്. മണി 11:24 ആയതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് 11:40 പോകുള്ളൂ. നല്ലോണം ബിഫോർ ടൈമാണ്. ഇഡ്ഡലിക്കാരൊക്കെ വരുന്നുണ്ട്. വട വല്ലതും മേടിച്ച് കഴിക്കാമെന്നിരിക്കുക. ഇഡ്ഡലി കഴിക്കാനുള്ള സ്ഥലമില്ല. തൊട്ടപ്പുറത്ത് പ്ലാറ്റ്ഫോമിലൊരു ട്രെയിൻ കയറി വരുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം അങ്ങ് ദൂരെ, നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്നത്. അത് വിശ്വമാനവ എക്സ്പ്രസ് ആയിരിക്കണം അക്കോർഡിംഗ് ടു ടൈം ടേബിൾ. അരസിക്കര ഒരു മേജർ ക്രൂ ചേഞ്ച് പോയിൻ്റാണ്. ഇത് ഡിവിഷൻ ചേഞ്ച് പോയിൻ്റ് കൂടെയാണ്. നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് കയറും. ഇപ്പോൾ നമ്മൾ മൈസൂർ ഡിവിഷനാണ്. മൈസൂർ ഡിവിഷൻ നമ്മൾ ബാംഗ്ലൂർ ഡിവിഷനകത്തേക്ക് കയറും ഈ ഒരു സ്റ്റേഷനിൽ വെച്ച്. ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയോണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പാസ് ചെയ്യുന്ന മിക്കവാറും എല്ലാ വണ്ടികൾക്കും ഇവിടെ ഒരു ക്രൂ ചേഞ്ച് ഉണ്ട്. എനിക്കൊന്ന് ആകെ വന്ദേ ഭാരത് മാത്രമേ ഉള്ളൂ അങ്ങനെ ക്രൂ ചേഞ്ച് ഇല്ലാത്തത്. അപ്പോൾ ഇതിൻ്റെയും ഫ്രഷ് ക്രൂ കയറാനുള്ള ക്രൂ അവിടെ നിൽക്കുന്ന കാണാം. അങ്ങനെ വിശ്വമാനവും പുറപ്പെട്ടു. 37671 വാപ് 7 കൃഷ്ണരാജപുരത്തിൻ്റെ. മൈസൂരു ബെലഗാവി വിശ്വമാനവ എക്സ്പ്രസ് അങ്ങനെ പോയി. അരസിക്കര സ്റ്റേഷൻ നമുക്കിനി കുറച്ചും കൂടി സമയമുണ്ട്. ഇപ്പോൾ 11:35 ആയതേ ഉള്ളൂ. 11:40 പുറപ്പെടും. നമ്മളങ്ങനെ അരസിക്കര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടൊന്നും അരസിക്കര വന്നിട്ട് ഇഡ്ഡലിയും വടം കഴിക്കാത്തത്. രാവിലത്തെ ഭക്ഷണം ശരിയായില്ല, കൊണ്ട് ഗ്യാസ് കയറി വല്ലാണ്ട്. ഏറ്റവും പുറകിലത്തെ കോച്ചായതുകൊണ്ട് വെൻഡേഴ്സ് ആരും വരുന്നേ ഇല്ല അങ്ങോട്ട്. വലിയ പാട് തന്നെയാണ്. ഈ വണ്ടിയിൽ പാൻട്രി കാറില്ല, പക്ഷേ ദൈവം സഹായിച്ച് ഓൺ ബോർഡ് കാറ്ററിംഗ് ആണെന്ന് തോന്നുന്നു. ഒരു ഓർഡർ എടുത്ത് ഭക്ഷണം സെർവ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തെ വന്ന് ലഞ്ചിൻ്റെ ഓർഡർ എടുത്തിട്ട് പോയായിരുന്നു. അതുപോലെ ഡിന്നറിൻ്റെയും
ആരെങ്കിലും വരുമായിരിക്കും. അല്ലെങ്കിൽ ഡിന്നർ നമുക്ക് സൊമാറ്റോ വഴിയെല്ലാം ഓർഡർ ചെയ്യാം. അരസിക്കര പണ്ട് കാലം മുതൽ ഒരു മേജർ ടെക്നിക്കൽ ഹോൾട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്യൂവലിങ്ങിനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. ഇവിടെ ക്രൂ ചേഞ്ച് പോയിൻറ്റും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു അരസിക്കര സ്റ്റേഷൻ. അരസിക്കര നമ്മൾ പുറത്തിറങ്ങായി. ഇനി കുറച്ച് ദൂരത്തിൽ നമ്മൾ ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് കയറും. പിന്നെ നമ്മൾ ഏകദേശം സോമനായക്കംപട്ടി കഴിയുന്നവരെ നമ്മൾ ബാംഗ്ലൂർ ഡിവിഷനിലായിരിക്കും. ഇവിടെ ഒരു കോച്ച് കെയർ സെൻ്റർ ഒക്കെ ഉണ്ട്. ഒരു കോച്ചിങ് ഡിപ്പോ ഉണ്ട് ഇവിടെ അരസിക്കരയിൽ. ഇവിടുന്ന് ഈ പ്രദേശത്തോട് നിന്ന് ഒരുപാട് പാസഞ്ചറുകൾ അരസിക്കര ബേസ്ഡ് റേക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നിലായിട്ട് മൈസൂരിലേക്കുള്ള ലൈൻ, ഹാസൻ വഴി മൈസൂരിലേക്ക് പോകുന്ന ലൈൻ ഇവിടുന്ന് സ്പ്ലിറ്റ് ഓഫ് ആവും. അതുകൊണ്ടാണ് അരസിക്കര ഒരു ജംഗ്ഷൻ ആയത്. രണ്ടാമത്തെ ഇവിടെ അരസിക്കരയിൽ കുറേ OHA ഇൻസ്പെക്ഷൻകാർ കിടക്കുന്നുണ്ട്. മൊത്തം 6 ഞാൻ ഇതിനിപ്പോൾ എണ്ണുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കണ്ടുപിടാണ്ട് വേറെ ഉണ്ടാവും. 4 അപ്പുറത്തെ എൻഡിലുണ്ടായിരുന്നു, 2 ഇപ്പുറത്തെ എൻഡിലുണ്ടായിരുന്നു. 6 ആ ലൈൻ വഴി കുറച്ച് പേരുടെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും കാരണം ട്രിപ്പ് ക്യാൻസലായി പോകും. വിസ്താഡോമൊക്കെയുള്ള വണ്ടിയായിരുന്നു. നമ്മുടെ വിസ്താഡോം യാത്ര എപ്പോഴും പെൻഡിങ് ആണ് കേട്ടോ. വിസ്താഡോം യാത്രയ്ക്ക് പറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ ക്യാൻസൽ ആയതായിരുന്നു. ട്രിപ്പ് മൊത്തം ക്യാൻസലായിപ്പോയി. അവിടെ മണ്ണിടിച്ചിട്ട് ട്രെയിൻ ക്യാൻസലായി. ഇനിയിപ്പോൾ ട്രെയിൻ കുറച്ച് കാലം സ്റ്റേബിളായിട്ട് ഓടട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ബുക്ക് ചെയ്യാം. കാര്യം അത് പറഞ്ഞാൽ ക്യാൻസലായപ്പോൾ അതിന് ചുറ്റും അതിൻ്റെ കൂടെ ബുക്ക് ചെയ്യാൻ എല്ലാ റിസർവേഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് നമുക്കൊരു അനാവശ്യ നഷ്ടമാണത്. ലഞ്ച് വന്നു കഴിഞ്ഞാൽ ചൂടോടെ വന്നിരിക്കുന്നത് ബിരിയാണി വരണം, വെജ് ബിരിയാണി. കൂടെ 2 മാങ്ങാച്ചാറിൻ്റെ പാക്കറ്റ് തന്നിട്ടുണ്ട്. കഴിച്ചേക്കാൻ നേരിക്കും. വെറുതെ എന്തെങ്കിലും സമയങ്ങളെന്ന് കഴിച്ചിട്ടിരിക്കാം നമ്മൾ.
ആ പൊക്കി വെച്ചിരിക്കുന്ന എംബാങ്ക്മെൻ്റ് ആണെന്ന് തോന്നുന്നു പ്രപ്പോസ്ഡ് ചിത്രദുർഗ തുംകൂർ ലൈനാണ്. ഇതാണെന്ന് തോന്നുന്നു ഇപ്പോൾ പണിയെടുക്കുന്ന ചിത്രദുർഗ തുംകൂർ ലൈൻ. അത് തുംകൂർ ചിത്രദുർഗ വഴി നേരെ ദാവൺഗരയ്ക്ക് പോകുന്ന ഒരു പുതിയ ലൈനാണിത്. ഈ ലൈൻ ബേസിക്കലി നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ദാവൺഗരയ്ക്കുള്ള ദൂരം ഒരുപാട് കുറയ്ക്കും. ഇപ്പോൾ ഈ ട്രെയിന് നമ്മൾ അരസിക്കര വഴിയാണ് വന്നത്. അരസിക്കര വഴി വരുമ്പോൾ ദൂരം കൂടുതലാണ്. ദൂരം കുറയ്ക്കാൻ സഹായിക്കും ഈ റൂട്ട്. അതിൻ്റെ അലൈൻമെൻ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതേപോലെ തുംകൂർ റായദുർഗ് ലൈനും ഇതുമായിട്ട് തന്നെ ഷെയറിങ്ങിനാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ജസ്റ്റ് തുംകൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. കാർ ഷെഡാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു വടവൃക്ഷം. നമ്മളിത് ജസ്റ്റ് തുംകൂർ സ്റ്റേഷനിലേക്ക് കയറുന്നു. നമ്മുടെ വണ്ടി ഓൾറെഡി സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞു. നമ്മൾ ബാക്കിലായതുകൊണ്ട് ഇപ്പോൾ കയറുന്നുള്ളൂ. ഇത്രയും പുറകിലാണ് മര്യാദയ്ക്ക് പച്ച വെള്ളം പോലും മേടിക്കാൻ പറ്റില്ല. അവിടെ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടുന്ന കടയുണ്ട്. അവിടെ പോയി ഇത്തിരി വെള്ളം മേടിച്ചിട്ട് വരാം. വെള്ളം കുറവാൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മളങ്ങനെ തുംകൂരിലെത്തി വെള്ളം മേടിച്ചു. 15 രൂപ എഴുതിയിരിക്കുന്നെങ്കിലും അമ്മമാർ 20 രൂപ മേടിക്കും. ഇങ്ങനത്തെ ഒരു അവസരമാണ്. ഞാനും വാദിക്കാൻ പോയില്ല. ഞാൻ സ്റ്റേഷന് മറു സൈഡ് നമ്മുടെ സിഗ്നൽ ഓൾറെഡി പച്ചയാണ്. വിസിലടിച്ചു. ഇവിടെ ഒരു പുതുപുത്തൻ RCF ബെൽറ്റ് മെമ്മോടൊക്കെ ഉണ്ട്. പിള്ളേർ ട്രെയിൻ ഇടയിൽ കൂടെ ഒക്കെ വലിഞ്ഞു കയറുന്ന കണ്ടോ? എന്ത് അപകടമാണ് കാണിക്കുന്നത്. ഇതൊരു RCF ബെൽറ്റ് മെമ്മോ ആയിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ചിക്മംഗ്ലൂരു യശ്വന്ത്പൂർ കിടപ്പുണ്ട്. ഇതിന്ന് ഇവിടെ വെച്ച് ക്യാൻസലാണ്. 2003 കൃഷ്ണാജൂരാണ് നോക്കുന്നത്. ആ ട്രെയിനിന് ഇവിടെ ഷോർട്ട് ടെർമിനേറ്റഡാണ്. ക്യാത്തസന്ദ്രയായിരുന്നു. ക്യാത്തസന്ദ്ര അൺലോഡിങ് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക ഫ്ലൈറ്റിൽ. ഈ കാണുന്നത് ബാംഗ്ലൂർ കോൺട്രാക്ട് ഹൈവേ ആണ്. ബസ്പേട്ട സ്റ്റേഷനിലുള്ളത് ഏതോ ഒരു കാർ പാർട്ടികളുടെ സൈഡിലാണ്. ഗോഡൗണാണ്. ഡീലർ മാരുതി ഡീലറാണല്ലോ.
ഉണ്ടാക്കിയ റാമ്പ് പോലുണ്ട്. പക്ഷെ ഇവിടുന്ന് റോറൊന്നും ഓടുന്നില്ല. മേ ബി കാർ അൺലോഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കുന്നത്. ഇവിടെ ഒരു കാർ കാരിയർ നിൽക്കുന്നുണ്ട്. നിടവന്ത സ്റ്റേഷനാണ്. വൽസാഡിൻ്റെ 4178 പറയുന്നതാണ്. കാർ കാരിയർ കാണാം. ഇത് അൺലോഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അത് വണ്ടി ഉണ്ട് താനും. DP4 ഹോൾഡ് വണ്ടിയാണ്. 40438 വാസ്കോ വേളാങ്കണ്ണി വാസ്കോ എക്സ്പ്രസ് ആണ്. മിനിറ്റോളം കടന്നിട്ട് നമ്മൾ നിടവന്ത സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ അപ്പുറത്തെ സൈഡിലും, അതായത് ട്രാക്കിന് മറ്റേ സൈഡിലും ഒരു കാർ കാരിയർ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു റീജിയണൽ ഡിപ്പോയിലായിരിക്കും. അതായത് മാരുതിയുടെ ഈ ഏരിയയിലൊക്കെയുള്ള വണ്ടിയുടെ മൊത്തം ഇവിടെ ആയിരിക്കും കൊണ്ട് നടക്കുന്നത്. ഖരഗ്പൂർ ലൊക്കേഷൻ്റെ 2 വാച്ച് 7s ആണ്. നമുക്ക് തൊട്ട് മുന്നിലൊരു പാസഞ്ചർ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ നിർത്തിയ സ്റ്റേഷനിലെ പോയിന്റ്സ്മാൻ പറഞ്ഞത്. പുള്ളി നമ്മുടെ തൊട്ട് മുന്നിൽ ഏതൊരു ചാമരാജനഗർ പാസഞ്ചർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിടിച്ചിടുകയായി. ഇവിടെ യശ്വന്ത്പൂർ ജയ്പൂർ എക്സ്പ്രസ്സിന് റേക്ക് കിടക്കുന്നുണ്ട്, സുവിധ എക്സ്പ്രസ്സിൻ്റെ. ഇത് സുവിധമാര് റെഗുലർ എക്സ്പ്രസ് ആകുമെന്നൊക്കെ വായിച്ചായിരുന്നു. അവിടെ എനിക്കൊന്നും ആയിട്ടില്ല തോന്നുന്നു ഇതുവരെ. സുവിധ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ തത്കാൽ ഫെയറിന് ഓടുന്ന ട്രെയിനാണ്. മറ്റേ പ്രീമിയം തത്കാൽ റേറ്റാണ് ഇതിന്. അപ്പോൾ സാധാരണ ടിക്കറ്റിന് 4000 രൂപ 5000 രൂപ 6000 രൂപ ഒക്കെ വരുന്നുണ്ട്. അൺറിസർവ്ഡ് കോച്ചുകളല്ല, ഫുള്ളി റിസർവ്ഡ് വണ്ടിയാണ്. ഇപ്പോഴത്തെ സൈഡിൽ ഏതൊരു റേക്ക് കിടക്കുന്നുണ്ട്. പിന്നെ സ്പെയർ റേക്കുകൾ ഗുണം തട്ടുന്ന സ്റ്റേഷനാണെന്ന് തോന്നുന്നത്. ഹുബ്ബള്ളി യശ്വന്ത്പൂർ ബെളഗാവി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ സിഗ്നൽ ഗ്രീനാണ്. ഹുബ്ബള്ളി യശ്വന്ത്പൂർ ബെളഗാവി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ട്രെയിൻ വല്ലതും ആയിരിക്കും. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് കുറച്ച് സ്പെഷ്യൽ ഓടിച്ചായിരുന്നു, അങ്ങനത്തെ വല്ല വണ്ടിയിരിക്കും. അത്യാവശ്യം പഴയ കോച്ചുകളല്ല. ദൊഡ്ഡബെലെ സുവിധ എക്സ്പ്രസ്സിന് കൂടെ 4018 പകൽക്കി കോട്ടിയുടെ ലോക്കമുണ്ട്. അപ്പോൾ നമ്മളിട്ട് നല്ലോണം ടൂറിട്ട് നമ്മൾ ഗോളഹള്ളി ഹോമിൽ ഇപ്പോൾ നിർത്തിയിട്ട് അപ്പോൾ വീണ്ടും തുടങ്ങിയതാണ്. നമ്മുടെ ഫ്രണ്ടിൽ ചിക്മംഗളൂരു യശ്വന്ത്പൂർ പാസഞ്ചറും ഉണ്ട്. ചാമരാജനഗറിലായിരുന്നു, ചിക്മംഗളൂരു യശ്വന്ത്പൂർ തന്നെയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വൈറസ് മീറ്റർ നോക്കി. അപ്പോൾ ചിക്മംഗളൂരു യശ്വന്ത്പൂർ പാസഞ്ചർ നമ്മൾ മുന്നിൽ പോകണ്ടാവും. അവനെ എല്ലാ സ്റ്റേഷനിലും നിർത്തുമ്പോൾ നമ്മളതിന് ഔട്ടറിൽ വന്നിരിക്കും. അതാണ് നമ്മുടെ അവസ്ഥ. ഫ്രണ്ടിൽ കാണാൻ ഗോളഹള്ളി സ്റ്റേഷൻ. ബിഫോർ ടൈം വന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇവിടുത്തെ അസാധ്യ കൺട്രോളിങ് കാരണം നമ്മളിപ്പം ലേറ്റാണ്. HCPV റേക്ക് കിടക്കുന്നുണ്ട്.
40298 WDP4D കൃഷ്ണരാജപുരത്തിൻ്റെ. ബോർഡൊന്നും കാണാനില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതാണ് ഒരു HCPV അഥവാ ഹൈ കപ്പാസിറ്റി പാർസൽ വാൻ. ഈ ഇതുകൾക്ക് ഇത് LHBയുടെ സെയിം ഷെല്ലാണ് ഉപയോഗിക്കുന്നത്. LHBയുടെ അതേ സസ്പെൻഷനും എല്ലാം LHB കോച്ചുകൾ പോലെ തന്നെ HOG കണക്ടേഴ്സും ഉണ്ട് ഇതിന്. HOG അല്ലെങ്കിൽ EOG കണക്ടേഴ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ ഈ റേക്കുകൾ ഇത് സാധാരണ ഈ കോച്ചുകൾ LHB ട്രെയിനുകളുടെ കൂടെ പാർസൽ വാനായിട്ട് പോകുന്ന ഇങ്ങനത്തെ കോച്ചുകളാണ്. ഇതിപ്പോൾ ഇത് മാത്രമുള്ളൊരു LVPH മാത്രമുള്ളൊരു റേക്കാണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് സോലദേവനഹള്ളി എത്താറായി. സോലദേവനഹള്ളിയിൽ നിന്ന് അടുത്ത സ്റ്റേഷൻ ചിക്ബാനവര. ചിക്കബാനവരയിലാണ് നമുക്കിനി സ്റ്റോപ്പുള്ളത്. ആ വരുന്നത് മംഗലാപുരം സൈഡിൽ നിന്ന് വരുന്ന ട്രാക്കാണ്. ഹാസനിൽ നിന്ന് വരുന്നത്. ഹാസനിൽ നിന്ന് ബേലൂർ വഴി ഇങ്ങോട്ട് വരുന്ന ട്രാക്കാണത്. ഹാസൻ ശ്രാവണകല്ലോ, ബേലൂരില്ല, ശ്രാവണക പെലകോള വഴി. നമ്മൾ ജസ്റ്റ് സോൾദേവനഹള്ളി സ്റ്റേഷൻ എത്തുന്നു. ഇതാണ് സോലദേവനഹള്ളി. ഞാൻ ഏകദേശം ഒരു 8 വർഷത്തോളം ഈ പ്രദേശത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. 8.5 വർഷം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റെയിൽവേ ഗേറ്റും ഈ പ്രദേശമൊക്കെ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ഏരിയ ആണ്. ഒരു 8.5 വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹാസൻ എന്ന് വരുന്ന ലൈന് ഈ സ്റ്റേഷൻ ചിക്ബാനവര സ്റ്റേഷൻ വരെ ഉള്ളൂ. ചിക്ബാനവര സ്റ്റേഷനിൽ നിന്ന് അത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഹുബ്ലി ബാംഗ്ലൂർ ലൈനോട് merge ചെയ്യും. ആണ് ചിക്കബാനവര ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡൊന്നുമില്ല, സർക്കിൾ പോലെ ഉണ്ടത്രേ ഉള്ളൂ. ഈ ട്രെയിനിൻ്റെ തിരക്ക് നല്ലൊരു ശതമാനം ഇവിടെ നിന്നാണ് കയറാൻ പോകുന്നത്. ഇവിടെ നിന്നും ബാനസവാടി എന്ന് പറഞ്ഞ ട്രെയിൻ ഫുള്ളാകാൻ പോകുന്നത്. ബാനസവാടി മുതൽ അങ്ങോട്ട് ഇതിൻ്റെ കോച്ചുകളെല്ലാം ഫുള്ളാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ കറണ്ട് ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ AC കോച്ചുകളെല്ലാം സോൾഡ് ഔട്ടാണ്. എല്ലാം ബാനസവാടി മുതലാണെന്ന് മാത്രം. നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് കയറുന്നു. അവിടെ ഒരു ഹ്യൂജ് തിരക്ക് കയറാൻ നിൽക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിന് നീളം കുറവാന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിന് നീളം കുറവാണ്. നമ്മുടെ കോച്ചും അതിനപ്പുറത്തെ കോച്ചൊക്കെ ഔട്ട് സൈഡ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പുറത്തെ സൈഡിൽ ഫ്രൈറ്റർ ഉണ്ട്. ഇവിടുത്തെ പ്ലാറ്റ്ഫോം അങ്ങ് മുന്നിലാണ്. ചെറിയ പ്ലാറ്റ്ഫോം. കാര്യം ഇത് ഇങ്ങനത്തെ എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷൻ അല്ലത്. കുഞ്ഞു കുഞ്ഞു പാസഞ്ചർ ട്രെയിൻ മാത്രം നിർത്തുന്ന സ്റ്റേഷനാണ് ഇത്. ചിക്മഗളൂരു യശ്വന്ത്പൂർ പാസഞ്ചറിനെ കൊണ്ടുവന്ന ലോക്കോ ആയിരിക്കണം. പാസഞ്ചർ ഇന്ന് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കൊണ്ടുവന്ന യാത്രക്കാർക്ക് ഇവിടുന്ന് കയറുന്ന യാത്രക്കാർക്ക് റെയിൽവേ കൊടുക്കുന്ന ഒരു 8ൻ്റെ പണിയാണ് ഈ പ്ലാറ്റ്ഫോം. WDG 41295 കിടക്കണ്ടായിരുന്നു ഗോൾഡൻ ടോക്കിൻ്റെ.
ഇനിയിപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് നമ്മൾ ബൈപ്പാസ് ലൈനിലേക്ക് തിരിയും. ഇവിടെ കാണുന്നതൊക്കെ മറ്റേ സബർബൻ ലൈനിൻ്റെ വർക്കാണ്. ചിക്ബാനവരാണ് സബർബൻ ലൈനിൻ്റെ ഒരു ടെർമിനസ്. ചിക്ബാനവരെ യശ്വന്ത്പൂരിലോട്ടുള്ള ലൈനിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. നല്ല രീതിക്ക് വർക്ക് നടന്നിട്ടുണ്ട് സബർബൻ പ്രോജക്റ്റിൻ്റെ. ആ മതിലിനപ്പുറത്തുള്ളത് എയർഫോഴ്സ് ബേസ് ആണ്. അപ്പോൾ അതാണ് മാക്സിമം ലിമിറ്റ്. അതുവരെ എന്തെങ്കിലും അവർക്ക് മൂവ് എടുക്കാൻ പറ്റും. ബൈപ്പാസ് ലൈനിലൂടെ തിരിഞ്ഞു തുടങ്ങി നിന്നു. സ്പീഡ് നല്ലോണം കുറഞ്ഞു വണ്ടിയുടെ. നമ്മളത് ബൈപ്പാസ് ലൈനിലോട്ട് കയറി. ഈ കാണുന്ന രണ്ടെണ്ണമാണ് മെയിൻ ലൈൻസ്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നതിനാണ് ബൈപ്പാസ് ലൈൻ എന്ന് പറയുന്നത്, യശ്വന്ത്പൂർ ബൈപ്പാസ് ലൈൻ. ഈ ബൈപ്പാസ് ലൈൻ ഒറിജിനലി ഫ്രൈറ്റുകൾക്ക് വേണ്ടി പണിതന്നതായിരുന്നു. അന്ന് പാസഞ്ചർ ട്രെയിനിൽ വിടും എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അന്ന് ഫ്രൈറ്റ് ട്രെയിനുകൾക്ക് വേണ്ടി മാത്രം പണിതാണ്. പക്ഷെ പിന്നീട് റെയിൽവേക്ക് തോന്നി അതുവഴി മെയിൻ ലൈൻ ട്രെയിനിൽ വിട്ട് യശ്വന്ത്പൂരിലെ തിരക്ക് കുറയ്ക്കാമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ബൈപ്പാസിലോട്ട് കയറി. ഒരു നല്ല കേവാണ്. എന്താണ് സ്ട്രക്ചർ എന്നറിയില്ല. പണ്ട് ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു. ഇതൊരു ലെവൽ ക്രോസ് ആയിരുന്നു പണ്ട്. അതവിടെ യശ്വന്ത്പൂർ ബൈപ്പാസ് ക്യാമ്പ് എന്ന് പറയുന്നില്ല, അതിനടുത്തുള്ളത് ലെവൽ ക്രോസ് ആയിരുന്നു പണ്ട്. ഈ ലെവൽ ക്രോസിന് പകരമാണ് ഇപ്പോൾ പാലം വന്നിരിക്കുന്നത്. അതാണ് യശ്വന്ത്പൂർ ബൈപ്പാസ് ക്യാബിൻ. ഈ ക്യാബിനാണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പുറത്തുനിന്ന് 2 ലൈൻ വരുന്ന കാണുന്നതാണ് യശ്വന്ത്പൂരിന് സേലം ലൈനും അതുപോലെ യശ്വന്ത്പൂർ യലഹങ്ക ലൈനും. നമ്മൾ ആ ലൈൻ വഴി 2-3 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ ട്രെയിനിൽ കിടക്കുന്ന കാണുന്നതാണ് യശ്വന്ത്പൂർ യാർഡ്. ഇതൊരു അടിപൊളി വളവാണ്. ഈ കാണുന്നതാണ് യശ്വന്ത്പൂർ എന്ന് വരുന്ന ലൈന്. അത് മുന്നിലോട്ട് ട്രെയിൻ ഈ മെയിൻ ലൈനോട് മേർജ് ചെയ്യും. നമ്മൾ എക്സ്ട്രീം റൈറ്റിലെ ലൈനോട്ടാണ് മേർജ് ചെയ്യുക. കാര്യം ഇവിടെ ഇപ്പോൾ നടുക്കുള്ള ലൈന് യലഹങ്കയിലോട്ട് പോകുന്ന ലൈനാണ്. എക്സ്ട്രീം റൈറ്റിലെ ലൈനാണ് നമ്മുടെ ലൈന്, അതായത് ബാനസ്വാടിയിലോട്ട് പോകുന്ന ലൈന്. കാണാം നമ്മളങ്ങനെ മേർജ് ചെയ്ത് എക്സ്ട്രീം റൈറ്റോട്ട് പോകുന്നത് കാണാം. അപ്പം നമ്മളങ്ങനെ യശ്വന്ത്പൂർ സേലം ലൈനിലേക്ക് കയറി. യശ്വന്ത്പൂർ സേലം ലൈൻ ഇത് ശരിക്കും സേലത്തേക്ക് പോകുന്ന ലൈനാണെങ്കിലും നമ്മൾ ഈ ലൈൻ വഴി അല്ല ഫുൾ ലെങ്ത് ഓടാൻ പോകുന്നത്. നമ്മൾ ബാനസ്വാടിന് വീണ്ടും തിരിഞ്ഞ് നമ്മൾ SMVT വഴി അങ്ങനെ കേപ്പനഹള്ളി പോയിട്ട് നമ്മൾ ജോലാർപേട്ട വഴിയാണ് നമ്മൾ പോകുന്നത്.
ജോലാർപേട്ടല്ല, ബംഗാർപേട്ട് ജോലാർപേട്ട് ബൈപ്പാസ് ക്യാബിൻ വഴിയാണ് നമ്മൾ പോവുക. നമ്മൾ ലോട്ടെ കോളഹള്ളി സ്റ്റേഷൻ്റെ പുറത്ത് കിടക്കുന്നത്. അവിടെ ഒരു ബെമൽ മെമു നടക്കുന്നുണ്ട്, ബെമൽ ബിൽഡ് മെമു. അതിപ്പോൾ കയറി വന്നതാണ്, കുറച്ച് നേരത്തെ നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അവിടെ. ഈ ലോട്ടെ കോളഹള്ളിയിൽ നിന്നാണ് ബാനസ്വാടിയിലേക്കുള്ള ലൈൻ തിരിഞ്ഞു പോകുന്നത്. ഒരു 5 മിനിറ്റോളം കിടന്നിട്ട് നമ്മൾ ജസ്റ്റ് കയറാൻ പോകുന്നു ലോട്ടെ കോളഹള്ളി സ്റ്റേഷനിലോട്ട്. ലോട്ടെ കോളഹള്ളി ഹൊസൂർ ബോർഡ് വെച്ച് കിടക്കുന്നത്. MT രേഖ പിന്നെ യശ്വന്ത്പൂർ ട്രാക്ക് വർക്ക്, സ്റ്റേഷൻ വർക്ക് നടക്കുന്നുണ്ട്. റേക്കിനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് തോന്നുന്നു. ഇത് 12 കാർ റേക്കാണ്. സമയം ഇപ്പോൾ 2:53 നമ്മൾ 2:15 ബാനസ്വാടിയിൽ നിന്ന് വിടേണ്ടതായിരുന്നു. ഇതൊരു ബാനസ്വാടി എത്തിയിട്ട് പോലുമില്ല. അപ്പം ഇങ്ങനെയാണ് ഈ വണ്ടി ലേറ്റ് ആവുന്നത്. അപ്പോൾ ആ കാണുന്നത് ലോട്ടെ കോളഹള്ളി സ്റ്റേഷൻ്റെ ബോർഡാണ്. ഇപ്പോൾ ഇതായിരുന്നു ലോട്ടെ കോളഹള്ളി സ്റ്റേഷൻ. ഇവിടെ നിന്ന് നേരെ പോകുന്ന കാണുന്ന ലൈനുകൾ യലഹങ്കയിലോട്ട് പോകുന്ന ലൈനുകളാണ്. ഇവിടെ നേരെ യലഹങ്ക പോയി കയറിയിട്ട് അവിടെ നിന്ന് ടുവേർഡ്സ് ധർമാവരം പോകും. ഹെബ്ബാളിൽ കുറച്ച് നേരം പിടിച്ചിട്ടു. അതിന് മുമ്പ് ലോട്ടെ കോളഹള്ളിയിൽ പിടിച്ചിട്ടു. ഇപ്പോൾ നമ്മൾ ബാനസ്വാടി എത്തുന്നേ ഉള്ളൂ. വണ്ടി ഏകദേശം 1 മണിക്കൂർ ലേറ്റാണ്. ഇവിടെ യശ്വന്ത്പൂർ സേലം ലൈനിൻ്റെ ഡബിളിംഗ് വർക്കാണ് ഈ നടക്കുന്നത്.
ബാനസവാടി ഹോം സിഗ്നൽ. ജസ്റ്റ് ബാനസവാടി എത്തുന്നു. ഇപ്പം പ്ലാറ്റ്ഫോം നമ്മുടെ റൈറ്റ് സൈഡിലാണ് വരിക. ഇവിടെ എത്തേണ്ട സമയം 2:13 ഇപ്പം മണി 3:24. 1 മണിക്കൂറിന് മേലെ ലേറ്റാണ് വണ്ടി. ഓൾ ഡ്യൂ ടു പുവർ കൺട്രോളിങ്. കാരണം തുംകൂർ വരെ ബിഫോർ ടൈം വന്ന വണ്ടിയും തുംകൂറിന് കറക്റ്റ് ടൈമിന് വിട്ട വണ്ടിയാണ്. അവിടെ നിന്നുള്ള കൺട്രോളിങ് കൊണ്ട് മാത്രം. ഇതൊരു പാസഞ്ചർ ട്രെയിനിൻ്റെ പുറകിലിട്ട് നമ്മൾ ഉരുട്ടി. അത് കഴിഞ്ഞ് നിർത്തലായിരുന്നു. എല്ലാ സ്ഥലത്തും പിടിച്ചിട്ടു. വെരി പുവർ കൺട്രോളിങ്. ഇവിടെ നമ്മൾ പ്ലാറ്റ്ഫോമിന് ഉള്ളിൽ കയറുക, പ്ലാറ്റ്ഫോമിന് പുറത്ത് കിടക്കുക എന്നുള്ള കണ്ടറിയാം. ഇവിടെ നമ്മൾ പ്ലാറ്റ്ഫോമിന് ഉള്ളിലേക്ക് കയറി. സമയം 3:24. ബാനസവാടി എത്തി. ഇവിടുന്ന് ഒരുപാട് യാത്രക്കാർ കയറാണ്ട്. ബാക്കി കൃഷ്ണരാജ ദിവസം എന്തോ ഒരു തരം റെയിൽ മെയിൻ്റനൻസ് വെഹിക്കിൾ ബാനസവാടി വിട്ടു പോകുന്നു. നമ്മളിപ്പോഴും ബാനസവാടി നിൽക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് നല്ല തേപ്പാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി തേപ്പാണ്. ഇപ്പോൾ സമയം 3:31. സമയം 3:37. നമ്മൾ ജസ്റ്റ് ബാനസവാടിയിൽ നിന്ന് വിട്ടു. 3:38 ഇവിടുത്തെ ക്ലോക്കിൽ. 3:37 എൻ്റെ വാച്ചിൽ. നമ്മളിവിടുന്ന് 2:21 പോകേണ്ടതായിരുന്നു. അപ്പോൾ 1 മണിക്കൂറും 10-17 മിനിറ്റും ലേറ്റ്. ഇത് പിടിച്ചിട്ട് ലേറ്റ് ആക്കിയതാണ്, അല്ലാണ്ട് വണ്ടി നോർമലി ലേറ്റ് ആയതല്ല. ഒരു സൈഡിലൊരു ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. അതിന് ലോക്കോ ഉണ്ടോ നോക്കാൻ വേണ്ടി ഇപ്പോൾ തൊട്ട് വന്നു. ഇനി ഒരു ലോങ് ക്രോളാണ്. നമുക്ക് കുറച്ചധികം നേരം നമ്മളിനി ക്രോൾ ചെയ്യണം. കാരണം ഇവിടെ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് കടന്ന് SMBT-യിലോട്ടുള്ള ലൈനിൽ കയറിയിട്ട് അത് നിറച്ച് ക്രോൾ ചെയ്ത് വേണം നമ്മൾ ബയ്യപ്പൻഹള്ളി വരെ എത്താൻ. ഞാൻ ഇന്നത്തെ ഈ ട്രിപ്പിൽ പാലക്കാട് ഇറങ്ങണോ തൃശ്ശൂർ ഇറങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ടിക്കറ്റ് തൃശ്ശൂർ വരെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പാലക്കാട് ഇറങ്ങാം. പാലക്കാട് ഇറങ്ങിയാൽ കുറച്ച് നേരത്തെ വീട്ടിലെത്താമല്ലോ. പാലക്കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2 മണിയൊക്കെയാകുമ്പോഴേക്കും വീട്ടിലെത്താൻ രാത്രിയിൽ എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ വണ്ടിയുടെ ഈ ഡിലേ കണ്ടിട്ട് പാലക്കാട് ഇറങ്ങുന്നതിനേക്കാൾ നല്ല തൃശ്ശൂർ വരെ പോകുന്നതെന്ന് തോന്നി. കാരണം തൃശ്ശൂർ വേഗം രാജറാണി പിടിച്ച് 4 മണിയാകുമ്പോൾ വീട്ടിലെത്താം. ഗുത്തി ഷെഡിലെ G9കളാണ്. ഗുത്തിയിൽ ഇലക്ട്രിക് ലോക്ക് ഉണ്ടല്ലേ. DHCL ബിൽഡ് 34090. അപ്പുറത്ത് 41408. അത് DLW ബിൽഡാണ്. അപ്പോൾ നമ്മളങ്ങനെ ബാനസവാടിയിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മൾ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം ലൈൻ തന്നെ SMBT-യിലോട്ട് പോകുന്ന ലൈനിലാണിത്. അപ്പോൾ നമുക്കിനി ലൂപ്പ് കിടക്കണ്ട. പക്ഷെ കുറച്ചധികം ഇതുണ്ട്, സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈന് നേരെ പോകുന്നത് സേലത്തേക്കാണ്. അതായത് യശ്വന്ത്പൂർ സേലം ലൈനാണത്. അതിവിടെ നിന്ന് നേരെ പോയിട്ട് ചനസന്ദ്ര ഓക്സിലറി ക്യാബിൻ വഴി അങ്ങ് പോകും. നമ്മളും സേലമാണെങ്കിലും നമ്മൾ ആ റൂട്ടല്ല. ഇത് ഹൊസൂർ വഴി പോകുന്ന ലൈനാണ്. നമ്മൾ ഹൊസൂർ വഴി അല്ല പോകുന്നത്. നമ്മൾ ബംഗാർപേട്ട വഴിയാണ് പോകുന്നത്.
ഈ നേരെ പോകുന്ന ലൈന് ബാനസവാടി മെമോ ഷെഡിലേക്കാണ്. നമ്മളിതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്, ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇതെന്താണോ സംഭവം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരെയുള്ള ലൈനിൽ പോയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇപ്രാവശ്യം റൈറ്റിലോട്ട് കയറ്റിയിരിക്കുകയാണ്. നമ്മൾ SMVTയിലെ ടെർമിനസിലോട്ട് കയറ്റാൻ പോകുന്നു. പ്ലാറ്റ്ഫോം ലൈനിലോട്ട് കയറ്റാൻ തോന്നുന്നു. ഈ ട്രെയിന് ബാനസവാടി വരെ SMVTയിൽ അങ്ങ് സ്റ്റോപ്പ് കൊടുത്താൽ പോരെ. ഇവിടെ ഒരു വാപ്സൺ നിൽപ്പുണ്ട്. WDG4 ട്വിൻ WDG4s റേക്കുമായിട്ടൊരു CPV റേക്കുമായിട്ട് നിൽക്കുന്നുണ്ട്. HCPV റേക്കല്ല, യാത്രാ വണ്ടി തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു HCPV 2 കോച്ചുകളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ സിഗ്നൽ കണ്ടിട്ട് സ്റ്റാർട്ടർ റെഡ് ആവുന്നുണ്ട് കണ്ടിട്ട്. വാസ്കോ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. ഇതിപ്പോൾ ടെമ്പററിലി SMVT ആക്കിയിരിക്കാൻ തോന്നുന്നു. SMVTയിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറി നിന്നു. എന്തിനാണ് ഇവിടെ കൊണ്ട് നിർത്തിയെന്നറിയില്ല. നമ്മളിവിടെ എന്തെങ്കിലും കൊണ്ട് നിർത്തി. അങ്ങനെ നമ്മൾ സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് ബംഗളൂരുവിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുകയാണ്. എന്തിനാണ് ഇവിടെ കിടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തിനോ വേണ്ടി വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. എന്താ കാരണം എന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. അടുത്തൊന്നും എന്തെങ്കിലും കടകളൊന്നുമില്ല. അല്ലെങ്കിൽ SMVTയിലെ കടകളൊക്കെ ഇത്തിരി കുറവാണ്. ഞാൻ യശ്വന്ത്പൂർ വാസ്കോ എക്സ്പ്രസ് വിട്ടുപോയി. ഇതിപ്പോൾ നിലവിൽ SMVT ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാര്യം യശ്വന്ത്പൂരിൽ മറ്റേ എയർ കോൺകോഴ്സിൻ്റെ വർക്ക് നടക്കുന്ന പ്ലാറ്റ്ഫോംസ് പകൽ സമയത്ത് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വണ്ടികൾ SMVTയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് SMVT എന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വാസ്കോ പുറപ്പെട്ടു. നമുക്ക് പുറപ്പെടാറായില്ല. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പം റെഡാണ്. അവരാ പറഞ്ഞ 12296 എക്സ്പ്രസ് എന്താ സൗക്ത എന്നാണ് അവർ പറയുന്നത്. ക്ലിയർ ആവുന്നില്ല. സംഘമിത്ര എന്നാണ് വണ്ടിയുടെ പേര്. ഞാൻ വേറെ എന്തെങ്കിലും രീതിക്കാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അറിയില്ല. സംഘമിത്ര എക്സ്പ്രസ് ആണ് വണ്ടിയുടെ പേര്. എന്നാൽ വണ്ടി കയറി വരുന്നുണ്ട്. വഡോദര ഷെഡിൻ്റെ 39311 വാപ്പ് 7 ആണ് ലോക്കൽ. ദാനാപൂർ ബാംഗ്ലൂർ SMVT സംഘമിത്ര എക്സ്പ്രസ് ആണിത്. അതപ്പോൾ എത്തി. എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. റെഗുലേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു തോന്നുന്നു. നമ്മളങ്ങനെ സർ എം വിശ്വേശ്വരയ്യ ടെർമിനസിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നു. അവിടെ ഒരു റെയിൽ കോച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഐ ലവ് ബംഗളൂർ എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പഴയ 3rd AC കോച്ച് അത്. ഇതാണ് മെയിൻ ടെർമിനൽ ബിൽഡിങ്. ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ ബാനസവാടിക്ക് വരെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് കൊടുക്കാവുന്നതാണ്. ഷണ്ടിങ് നടക്കുന്നുണ്ട് അതിനൊക്കെ.
ഇതായിരുന്നു സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ്. അവിടെ ഏതൊരു ട്രെയിനിൻ്റെ റേക്ക് കൃഷ്ണരാജപുരത്തിന് 33317 കിടന്ന് ഷണ്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ റണ്ണിങ് റൂം, പാർസൽ ബുക്കിംഗ് ലോബി അതെല്ലാം ആണ്. ഒരു പുതിയ റെയിൽവേ ലൈൻ അവർ പണിയുന്നുണ്ട്. അത് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ അകത്തോട്ടം കിട്ടിയിട്ടുണ്ട്. മേ ബി ഒരു സൈഡിങ് ആയിരിക്കും പണിയുന്നത്. ആണെങ്കിലും എന്തായിരുന്നു ഉദ്ദേശം നമ്മൾ എടുക്കണം. എനിക്കൊന്നും നമ്മളെ ഡീറ്റെയിൽ ഇത് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മളെ ബാനസ്വാടിയിൽ ഇടാൻ പറ്റില്ല, കാരണം തൊട്ടുപുറകെ ഹൊസൂർ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വലിച്ച് SMVT കൊണ്ടുവന്നിട്ടു. ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈന് ടുവേർഡ്സ് SBC മെജസ്റ്റിക്ക് പോകുന്ന ലൈനാണ്, ടുവേർഡ്സ് KSR ബംഗളൂരു പോകുന്ന ലൈനാണ്. ഇതുവഴി നിലവിൽ 2 വണ്ടികളാണുള്ളത്. ഒരു മൈസൂർ അൺറിസർവ്ഡ് സ്പെഷ്യൽ, SMVT മൈസൂർ അൺറിസർവ്ഡ് സ്പെഷ്യലും അതുപോലെ SMVT മുരുടേശ്വർ എക്സ്പ്രസ്സും. 2 വണ്ടികളാണ് നിലവിൽ ഇതുവഴി പോകുന്നത്. നമ്മളിതുവഴി ഒരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് വരുന്നത് നമ്മൾ ടുവേർഡ്സ് കൃഷ്ണരാജപുരം പോവാണ്. ഈ കാണുന്നതാണ് KSR ബംഗളൂരു എന്ന് പറയുന്ന മെയിൻ ലൈൻസ്. ഇപ്പോൾ ഡബിൾ ലൈനാണ്, ക്വാഡ്രൂപ്ലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്നുള്ളൊരു വീഡിയോ റീസെൻ്റ്ലി നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു, ഡബിൾ ഡെക്കർ എക്സ്പ്രസ്, ഉദയ എക്സ്പ്രസിൻ്റെ. അപ്പോൾ ഇതാണ് KSR ബംഗളൂരു എന്ന് പറയുന്ന ലൈന്. ക്വാഡ്രൂപ്ലിംഗ് വർക്കിൻ്റെ പ്രോഗ്രസ്സും കാണാൻ സൈഡിൽ. നമ്മൾ നേരെ ബയ്യപ്പനഹള്ളി സ്റ്റേഷനിലേക്കാണ് എൻ്റർ ചെയ്യുക. നമ്മളങ്ങനെ ബയ്യപ്പനഹള്ളി സ്റ്റേഷനിലോട്ട് കയറി. ഇവിടെ ആരും കൊടി കാണിക്കാൻ നിൽക്കുന്നില്ല. അതിനർത്ഥം സിഗ്നൽ റെഡ് ആണെന്നാണ്. എന്തോ പ്രശ്നമുണ്ട്, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ബയ്യപ്പനഹള്ളിയിൽ പ്ലാറ്റ്ഫോം ലൈനിലാണ് പിടിച്ചിരിക്കുന്നത്, മെയിൻ ലൈനല്ല, പ്ലാറ്റ്ഫോം ലൈനിലാണ് പിടിച്ചിട്ടിരിക്കുന്നത്. എന്തോ ഉണ്ട് കാര്യം. നമുക്ക് പണി തരാനുള്ള ഒരു പണിയാണെന്ന് തോന്നുന്നു. മിക്കവാറും മൈസൂർ ചെന്നൈ ശതാബ്ദി നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്തു പോകും. പറഞ്ഞ പോലെ തന്നെ ശതാബ്ദി എക്സ്പ്രസ് വരുന്നുണ്ട്. ശതാബ്ദി എക്സ്പ്രസ് ഇതാ ബംഗളൂരു ഈസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ വലിയ ദൂരമില്ല. അപ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകും. അതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അടിപൊളി. അതുമല്ല, ശതാബ്ദി നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടില്ല. ശതാബ്ദി അപ്പുറത്ത് ബാംഗ്ലൂർ ഈസ്റ്റ് കിടക്കുന്നുണ്ട്. എന്ത് ഉദ്ദേശം ഒരു പിടിയില്ല. ഇപ്പോൾ സമയം 4:42 ഒരു പിടിയും കിട്ടുന്നില്ല എന്താ ഒരു ഉദ്ദേശം എന്നുള്ളത്. ആദ്യം കുറച്ച് നേരം അവിടെ പിടിച്ചിട്ടു, SMVT പിടിച്ചിട്ടു, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിട്ടു. ഇവിടുന്ന് ഞാൻ വെച്ച് ശതാബ്ദി കയറിയോടാനുള്ള പ്ലാനായിരിക്കുന്നത്. ശതാബ്ദി വരുന്നുണ്ടായിരുന്നു, പക്ഷേ ശതാബ്ദിയെ അവിടെ പിടിച്ചിട്ടു. ശതാബ്ദിയെ ബാംഗ്ലൂർ ഈസ്റ്റിനടുത്ത് ശതാബ്ദി കിടപ്പുണ്ടെന്നാണ് വേറെ മൈ ട്രെയിൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ ശതാബ്ദി എന്തായാലും നമ്മൾ ഓവർടേക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ്. കാരണം നമുക്ക് കൃഷ്ണരാജപുരം സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ബംഗാർപേട്ട സ്റ്റോപ്പുണ്ട്. അപ്പോൾ കൃഷ്ണരാജപുരം കഴിയുമ്പോൾ മിക്കവാറും നമ്മളെ സൈഡാക്കും. ഇതെല്ലാം തീർന്നിട്ട് രാത്രി 2:30 ഉള്ളിൽ തൃശ്ശൂർ എത്തിയാൽ മതിയായിരുന്നു.
നന്നായിട്ട് ഇത് വെച്ചു, എന്താ പറയുക, ആവേശം മൂത്തു. അപ്പോൾ ഈ സ്ഥലമൊക്കെ എന്തായതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഇത് മുകളിലോട്ട് പോകുന്ന ലൈന്, നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോകുന്ന ലൈനാണ് റാമ്പ്. നമ്മുടെ ഇൻ്റർസിറ്റി വഴിയാണ് പോകുന്നത്. മുകളിൽ കാണുന്ന ബിൽഡിംഗാണ് ഓക്സിലറി പാനൽ. ഈ കാണുന്ന ലൈനല്ല, ഹംഗറിയോട്ട് പോകുന്ന ലൈനാണ്. ഈ ലൈനിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. മീൻസ് ചാനലിൽ കാണിച്ചിട്ടില്ല. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, ചാനൽ ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ അപ്പുറത്തോട്ടുള്ളത് യലഹങ്ക സൈഡിൽ നിന്ന് ടൂവേഴ്സ് കൃഷ്ണരാജപുരം വരുന്ന ലൈനാണ്. നമുക്ക് സഡനായിട്ട് ഭയങ്കര ആവേശം വന്നു. സൈഡിലാണ് പ്ലാറ്റ്ഫോമാണ്. ഈ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം എവർ ക്രൗഡഡ് ആണ്. ഇത് തിരക്കില്ലാത്തൊരു സമയം ഞാൻ ഈ പ്ലാറ്റ്ഫോമിന് കണ്ടിട്ടേനില്ല. എപ്പോൾ ഈ സൈഡ് വഴി വന്നാലും പ്ലാറ്റ്ഫോം നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരായിരിക്കും. ഇന്നും അങ്ങനെ തന്നെ നിറഞ്ഞു കവിഞ്ഞ ആളുണ്ട്. ഇവിടെ എനിക്കൊന്ന് ക്രൂ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഗാർഡാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. അല്ല, ഗാർഡല്ല. അങ്ങനെ കൃഷ്ണരാജപുരത്ത് നിന്ന് പുറപ്പെട്ടു. 2 മണിക്കൂർ മേലെ ലേറ്റാണ് ഇപ്പോൾ. രണ്ട് മണിക്കൂറിന് മേലെ ലേറ്റാണ്. 2:40 മറ്റായിരുന്നു ഇവിടുത്തെ ടൈം. ഇപ്പം 4:48 4:49. 2 മണിക്കൂർ മേലെ ലേറ്റായിട്ട് നമ്മളങ്ങനെ കൃഷ്ണരാജപുരത്തു നിന്ന് യാത്ര പുറപ്പെട്ടു. ഇല്ലെങ്കിൽ എത്രത്തോളം റണ്ണിങ്ങിൽ മേക്കപ്പ് ചെയ്യുന്നറിയില്ല. സമയം നഷ്ടപ്പെടാണ്ടിരുന്നാൽ മതി. ಎಲ್ಲರೂ ಪೂಜೆ ಮಾಡುವ ಈ ಸಂದರ್ಭದಲ್ಲಿ ಲಲಿತಾದಿಂದ ಶ್ರಾವಣಕ್ಕಾಗಿ ಪ್ರತ್ಯೇಕ ಆಫರ್. ಎಲ್ಲ ಚಿನ್ನದ ಆಭರಣಗಳು ವೇಸ್ಟೇಜ್ ಮೇಲೆ 1% നല്ല ദേഷ്യത്തിലാണ്. വൈറ്റ് ഫീൽഡ് എത്തുന്നത്. വൈറ്റ് ഫീൽഡ് മെട്രോ ആണത്. ഇവിടെ എപ്പോഴും ഒരു ജീനൻ ഹോളിൽ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. നമ്മളെല്ലാ പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വൈറ്റ് ഫീൽഡ് സ്റ്റേഷൻ വരെ നല്ല ഫുൾ സ്പീഡിലാണ് വന്നത്. അതായത് കൃഷ്ണരാജപുരം വിട്ട് ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിട്ട് നല്ല 103 105 പറപ്പിച്ച് വൈറ്റ് ഫീൽഡിൽ വന്നു. നല്ലോണം സ്പീഡ് കുറച്ച് വീണ്ടും സ്പീഡ് കുറച്ച് തുടങ്ങി. എനിക്കൊന്ന് ക്രൂവിൻ്റെ ഡ്യൂട്ടി ബംഗാർപേട്ട വരെയാണ്. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു ജീനായിരുന്നു.
നമ്മൾ പിടിച്ചില്ല. മിക്കവാറും നമ്മളിനി ബംഗാർപേട്ട വരെ പോയിട്ട് അവിടെ വെച്ച് ഓട്ടേക്കുണ്ടാവുള്ളൂ. നമ്മൾ ശതാബ്ദി നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് കൃത്യം ഒരു സ്റ്റേഷൻ പുറകെ ശതാബ്ദി വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് നോൺ സ്റ്റോപ്പ് കിട്ടണം. നമ്മൾ പറപ്പിച്ചുകൊണ്ടിരിക്കുക. ബംഗാർപേട്ട തീരുവാണ് നമ്മൾ പിടിച്ചു നിർത്തിയിട്ടാണ് കയറ്റി വിടാൻ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മുന്നിൽ പോയി മാരിക്കുപ്പം മെമുവിന് ഓട്ടേക്കാണ്. ചെന്നൈ സെൻട്രൽ ഷിർഡി എക്സ്പ്രസ് ആയിരുന്നു അത്. നമ്മൾ ബംഗാർപേട്ടിലേക്ക് എത്തുന്നു. ബംഗാർപേട്ടിൽ എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം എടുക്കുക, ലൂപ്പ് ലൈനിലേക്ക് വിടുന്നത്. പക്ഷേ സർപ്രൈസ് നമ്മൾ എടുത്തിരിക്കുന്നത് മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം ശതാബ്ദി ഇവിടെ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യില്ല എന്നാണ്. അല്ല പിന്നെ ശതാബ്ദി ഒരു ലൂപ്പ് ലൈൻ വഴി കടത്തി വിടണം. KSR ബംഗളൂരിലോട്ടൊരു മെമ്മോ ആണത്. എന്താണെന്നറിയില്ല. പ്ലാറ്റ്ഫോമൊക്കെ കടന്നുകൊണ്ട് നിർത്തി. ഇപ്പോഴത്തെ സഹാരൻപൂരിൻ്റെ 41746 കിടക്കുന്നു, വാഗൺ HC. നമ്മളങ്ങനെ ബംഗാർപേട്ട് എത്തിയിരിക്കുന്നു. സമയം 5:32. വീണ്ടും സർപ്രൈസ്, നമ്മളിവിടുന്ന് ക്ലിയർ ചെയ്തു. ക്രൂ ചേഞ്ച് ഇല്ലേ? ബാനസ്വാടിയിൽ നിന്ന് ക്രൂ മാറിയ ബാനസ്വാടിയിൽ ഞാൻ കണ്ടില്ല ക്രൂ ചേഞ്ച്. ബാനസ്വാടിയിൽ ക്രൂ മാറിയോന്നറിയില്ല. അരസിക്കരയിൽ നിന്ന് കയറി ക്രൂവാ. അവർ ഇത്രയും ദൂരം എന്തായാലും വരില്ല. ബംഗാർപേട്ടിലും ക്രൂ ചേഞ്ച് ഉണ്ടായിട്ടില്ല. അവരെന്നാലും ഇത്രയും ദൂരം അവർ വർക്ക് ചെയ്യില്ല. മിക്കവാറും ബാനസ്വാടിയിൽ ക്രൂ മാറിയിട്ടുണ്ടാവും. എൻ്റെ ശ്രദ്ധപ്പെടാഞ്ഞതായിരിക്കും. അഞ്ച് 34 ബംഗാർപേട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമുക്കൊരു 200 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റണ്ണാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇനി സേലം ജംഗ്ഷനാണ്. അതുവരെ നമുക്ക് സ്റ്റോപ്പ് ഒന്നുമില്ല. 200 കിലോമീറ്റർ അടുത്ത് നോൺ സ്റ്റോപ്പ് റണ്ണുണ്ട്. 2 മണിക്കൂറിൽ തീർക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മൾ സേലത്തെത്തും. മുകളിൽ ആന വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടത് കാണാൻ. ആനയുടെ തുമ്പിക്കൈയായിട്ട് ഡ്രെയിനേജിൻ്റെ പൈപ്പ്.
നമ്മുടെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ റൺ തീർന്ന് നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ ജോലാർപേട്ട എടുക്കുന്നു. നമ്മുടെ ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് കാണാം. അടിപൊളിയല്ലേ? ആ ഈവനിങ് സൺറൈസും കൂടി ആകുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മൾ സോമനായക്കംപെട്ടി കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ജോലാർപേട്ട ബൈപ്പാസിലോട്ട് തിരിയാൻ പോകും. ഡിവിഷൻ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നൈ ഡിവിഷനാണ് സദേൺ റെയിൽവേയുടെ. ഇത്രയും നേരം നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ഹുബ്ലി ഡിവിഷനിൽ ആരംഭിച്ച് മൈസൂർ ഡിവിഷനിലേക്ക് കയറി അവിടുന്ന് ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് വന്നു. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ 3 ഡിവിഷൻ നമ്മൾ കവർ ചെയ്തു ഒറ്റ ദിവസം കൊണ്ട്. നമ്മളിതാ ഇപ്പോൾ ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ്, സദേൺ റെയിൽവേയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ചെന്നൈ ഡിവിഷനിലാണ്. ഇതിൽ നമ്മൾ സേലം ഡിവിഷനിലേക്ക് കയറും. അതിൽ നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് കയറും. അവിടെ നമ്മൾ ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് കയറും. തൃശ്ശൂരിലിരിക്കുന്ന ട്രിവാൻഡ്രം ഡിവിഷനിലാണ്. നമ്മളങ്ങനെ ഫൈനലി ജോലാർപേട്ട ബൈപ്പാസ് ലൈനിലേക്ക് കയറി നേരെ പോകുന്നതാണ് ചെന്നൈ ലൈന്. പല വീഡിയോസും പറഞ്ഞിട്ടുള്ളതാണ്, പുതുമയൊന്നുമില്ല. അതാണ് ലിങ്ക് ക്യാബിന്. അപ്പോൾ ക്യാബിൻ നിലവിലില്ലാന്ന് തോന്നുന്നത്. ഗേറ്റ് കീപ്പറുടെ ഓഫീസ് മാത്രമേ ഉള്ളൂ തോന്നുന്നു നിലവിൽ. നമ്മളങ്ങനെ ബൈപ്പാസ് ലൈനിലോട്ട് കയറി. ഈ കാണുന്നതാണ് ജോലാർപേട്ടയിലോട്ടുള്ള ലൈന്. ജോലാർപേട്ട ബൈപ്പാസ് ക്യാബിനും ജോലാർപേട്ട റാമ്പും എല്ലാം കാണാം ഇവിടുന്ന്. നമ്മളവിടെ പിടിച്ചിടുവോ? സാധാരണ എല്ലാ പ്രാവശ്യം പിടിച്ചിടാറുണ്ട്. പ്രാവശ്യം പിടിച്ചിടുവോ നേരെ കടത്തി വിടുവാണ് എനിക്ക് കാണേണ്ടത്. നമ്മളെ പിടിച്ചിടാണ്ട് നമ്മൾ നേരെ കൊണ്ടുവന്നു. ഇതാണ് ജോലാർപേട്ടയിലേക്ക് പോകുന്ന മെയിൻ ലൈൻസ്. നമ്മൾ ആ ലൈനുകളിലേക്കാണ് നമ്മൾ മേർജ് ചെയ്യേണ്ടത്. കുറച്ച് ചേഞ്ച് നമ്മൾ പിടിച്ചിടുന്നില്ല എന്ന് തീരുമാനിച്ചവർ. അങ്ങനെ മെയിൻ ലൈൻസ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇതിലോട്ട് മേർജ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മളങ്ങനെ സേലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. സമയം ഇപ്പോൾ 7:51. അതായത് നമ്മളിപ്പോൾ 4 മിനിറ്റ് ലേറ്റാണ്. നമ്മൾ ബംഗാർപേട്ട് വിട്ടപ്പോൾ നമ്മൾ 2 മണിക്കൂറും 13 മിനിറ്റും ലേറ്റായിരുന്നു. അത് മേക്കപ്പ് ചെയ്ത് നമ്മളിപ്പോൾ വെറും 4 മിനിറ്റ് ലേറ്റായിട്ട് സേലത്തേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഇതിലെ മാജിക് എന്ന് പറയുന്നത് ബഫർ ടൈമാണ്. 198 കിലോമീറ്റർ ഓടാൻ 4.25 മണിക്കൂറാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. നമ്മളത് കൃത്യസമയമായ 2 മണിക്കൂർ കൊണ്ട് ഓടിയെടുത്തു. അങ്ങനെ വെൽക്കം ടു സേലം. സേലത്തുനിന്ന് പുറപ്പെട്ടു. സമയം 7:54. ഇതാണ് നമ്മുടെ സ്ഥിരം കാപ്പിക്കട. ഇന്ന് ബാക്കിലായതുകൊണ്ട് കാപ്പി മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ സേലം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മിക്കവാറും വലിയ ഡിലേ ഇല്ലാണ്ട് കറക്റ്റ് സമയത്ത് ഏകദേശം തൃശ്ശൂരെത്തും തോന്നുന്നു. കുഴപ്പമില്ല. നമുക്ക് അവിടെ നിന്ന് ഞാൻ രാജറാണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വെളുപ്പിനെ നമ്മളേക്ക് മേടിച്ചില്ല. അപ്പം എന്നാൽ പിന്നെ പോയി ഈ ഫുഡ് കഴിക്കട്ടെ. ഇതാണ് വന്നിരിക്കുന്ന ഫുഡ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ശരിക്കും ഒരു മിനി മീൽസ് ആയിരുന്നു. അതില്ലാത്തതുകൊണ്ട് അമ്മ ഒരു ഇഡ്ഡലിയും ഒരു പൊങ്കലും ആയിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഈ റോഡിലേക്ക് കിടക്കുന്ന ഏതോ ഒരു ട്രെയിൻ ഇറങ്ങി പോകുന്നുള്ളത്. ഏത് ട്രെയിൻ ഒരു പിടിയില്ല. അപ്പോൾ ഇങ്ങനെ ഈറോഡ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറാണ്. സമയം ഇപ്പോൾ 8:52. എനിക്കൊന്ന് 8:49 മിനിറ്റ് തോന്നുന്നു ഇവിടുത്തെ അറൈവൽ ടൈം. അപ്പോൾ നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നലായി. നമ്മൾ പുറപ്പെട്ടു. ആ ഹോൺ നമ്മുടെ ആയിരുന്നില്ല, ആ ഹോണ് വേറെ വണ്ടിയുടെ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് പുറപ്പെട്ടു. സമയം 9 മണിയായി കൃത്യം. കുറച്ച് ലേറ്റാണ്, ഒരു 10 മിനിറ്റിനടുത്ത് ഇപ്പോൾ ലേറ്റാണ്. ആ കിടക്കുന്ന കോയമ്പത്തൂർ നാഗർകോവിൽ സൂപ്പർ ഫാസ്റ്റാണ്. അപ്പം അങ്ങനെ ഈ റോഡ് കഴിഞ്ഞു. ഞാൻ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ കാണിച്ചു തരാം. നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ കൃത്യം 1 മണി. വണ്ടി ഏകദേശം ഒരു 1/2 മണിക്കൂറിൻ്റെ ലേറ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ബൈ.